സോ ഇതാണ് നമ്മുടെ IQ Neo 10R. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ നമുക്കിതിൻ്റെ ആപ്പ് ഊറ്റിയിട്ട് അൺബോക്സ് ഒക്കെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് അൺബോക്സിങ്. സോ ഫസ്റ്റ് ഫോണാണ്. നല്ലൊരു TP കേസ് വരുന്നുണ്ട്, ബുക്കും പേപ്പറും. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. 80 വാട്ട്സ്. ടൈപ്പ് A to ടൈപ്പ് C കേബിളാണ്. ടിപ്പിക്കൽ സിം ഇജക്ടർ ടൂളാണ്. സോ ഇനി നമുക്ക് ഫോണിലേക്ക് വരാം. Yeah, this is the phone. Kind of racing car പോലെയൊക്കെ അല്ലേ, റേസിംഗ് കൈൻഡ് ഓഫ് ഡിസൈൻ, ടിപ്പിക്കൽ IQ ഡിസൈൻ. നമ്മൾ ഈ ഒരു സാധനത്തിൻ്റെ ആത്മാവ് ഊറ്റിയിട്ട് ബാക്കി ഡിസ്കസ് ചെയ്യാം. സോ ഫൈനലി നമ്മൾ IQ Neo 10R ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അതെ, ആത്മാവ് ഊറ്റി വിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ബെല്ലൈക്കണൊക്കെ അമർത്തിയാൽ നല്ലതായിരിക്കും, കാരണം നമ്മൾ വല്ലപ്പോഴാണ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും, അങ്ങനെയിലേക്ക് 1-2 വ്യൂ ഒക്കെ കയറും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. സോ ഫസ്റ്റ് നമുക്ക് IQ 10R Neo 10R ബിൽഡ് ആൻഡ് ഡിസൈനിങ് തുടങ്ങാം. സോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ടിപ്പിക്കൽ ഒരു പെർഫോമൻസ് എന്ന രീതിയിലുള്ളൊരു കൈൻഡ് ഓഫ് ഡിസൈനാണ്. ലൈക്ക് IQ Neo 9 Pro പോലെയൊക്കെ ഒരു ഡുവൽ ടോൺ കൈൻഡ് ഓഫ് ഡിസൈൻ. വലിയ ഫാനല്ല. പിന്നെ നിയോ എന്നൊക്കെ പറഞ്ഞിങ്ങനൊരു പ്രത്യേക രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇങ്ങനെ സ്പെഷ്യലി എനിക്ക് ഡിസൈനെ പറ്റി ഒന്നും പറയാനില്ല. ക്യാമറ ലേഔട്ടും വലിയൊരു ഗുമ്മൊന്നുമില്ല. ഡിസൈൻ അങ്ങനെ വലിയ ഒരു സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. 8mm തിക്നെസ് ആണ്. 196 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം 6400 mAh ബാറ്ററി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ലെവൽ ഇവർ ഇത്രയും ചെറിയ ഫോം ഫാക്ടറിൽ എങ്ങനെ കൊണ്ടുവന്നുള്ള വലിയൊരു ചോദ്യമാണ്. എനിവേ അത് നൈസാണ്. ഇനി നമുക്ക് പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സും പവർ ബട്ടണുമാണ്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സിം സ്ലോട്ട് ഉണ്ട്, ടൈപ്പ് C പോർട്ട് ഉണ്ട്, അതേപോലെ സ്പീക്കർ ഗ്രില്ലുണ്ട്. ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഉണ്ട്, അതുപോലെ IR ബ്ലാസ്റ്ററും ഉണ്ട് ഫോർ റിമോട്ട് പർപ്പസസ്. അടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഫേസ് അൺലോക്ക് നോക്കാം. സോ ഫസ്റ്റ് ഫേസ് അൺലോക്ക്. സൂപ്പർ ഫാസ്റ്റാണ്. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഇനി ഫിംഗർ പ്രിൻ്റ്. അടിപൊളിയാണ്. അതായത് രണ്ടും ഭയങ്കര ഫാസ്റ്റാണ്. അടുത്ത നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം. സോ അത്യാവശ്യം നല്ല സ്പീക്കേഴ്സാണ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അത്യാവശ്യം നൈസാണ്. അടുത്തിടെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. സോ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനുള്ള ഒരു ഡിസ്പ്ലേ ആണ്. HDR10+ ഉണ്ട്, 10-bit ഡിസ്പ്ലേ ആണ്, 4500 നിറ്റ്സിൻ്റെ പ്രഹസന പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. സോ ഡിസ്പ്ലേ ഈസ് വെരി ഗ്രേറ്റ്. ഓൾസോ 144 Hz റിഫ്രഷ് റേറ്റ് ആണല്ലോ, 144 Hz. സോ 144 Hz ഇറ്റ്സ് ചുമ്മാ പൊളിയാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഔട്ട്ഡോർ വിസിബിലിറ്റി ഈസ് ഗുഡ്. അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തില്ല. ഞാൻ പറയുന്നത് ബെസ്റ്റ് എന്ന് പറയത്തില്ല, ഇത്രയും നിറ്റ്സ് ഉണ്ടായിട്ടും അതിനൊരു ഇത്ര ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നില്ല, ബട്ട് ഇറ്റ്സ് ഗുഡ്. ഈ ഒരു രീതിയിൽ കാണുമ്പോൾ തന്നെ നൈസാണ്. പിന്നെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒരു രക്ഷയില്ല കേട്ടോ, നൈസാണ്, അടിപൊളിയാണ്. പിന്നെ റിഫ്രഷ് റേറ്റിൻ്റെ പാറ്റേൺ നമുക്ക് ഓട്ടോ ഉണ്ട്, 144 ഉണ്ട്, 60 ഉണ്ട്. സോ ഓട്ടോ ഇടാൻ കുഴപ്പമില്ല, കാരണം 8S Gen 3 ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഈവൻ 144 Hz ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നീക്കാം. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. അടുത്ത നമുക്ക് ഒരു ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. സോ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. അതെ, ബാഹുബലി നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി വരുന്നു എന്നൊക്കെ വേണേൽ പറയാം. 30,000 താഴെയാണ് ഫസ്റ്റ് ടൈം ഐ തിങ്ക്. പോക്കോ പക്ഷേ അതിനാന്ന് തോന്നുന്നു ലോഞ്ച് ചെയ്തല്ലേ, പക്ഷേ ഇത് ഇച്ചിരി കൂടെ കുറഞ്ഞു. ഇനി 8S Gen 3 ആണ്. LPDDR5 UFS 3.1/4.1 for 256 GB. അതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ 8S Gen 3 കൂടുതലൊന്നും പറയാനില്ല. ഇനി നമുക്ക് സ്കോറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ AnTuTu സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 13,74,958 ആണ്. ഗീഗബെഞ്ച് സ്കോർ നോക്കിക്കഴിഞ്ഞാൽ 1857 ആണ് സിംഗിൾ കോർ സ്കോർ, 4688 ആണ് മൾട്ടി കോർ സ്കോർ. ഇനി CPU ത്രോട്ടിലിംഗ് ടെസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ 78% ആണ് 15 മിനിറ്റ്സ് എനിക്ക് കിട്ടിയത്. ഇനി 30 മിനിറ്റ്സ് എനിക്ക് കിട്ടിയത് 65% ആണ്. പറയില്ല ഇത് ബെസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല. ഇത് കൈൻഡ് ഓഫ് സ്റ്റേബിൾ അല്ല, അതാണ് ത്രോട്ടിലിങ് മൈനർലി ഉള്ള. അതായത് ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ള മിക്ക ഫോൺസും 8 Elite ആയിക്കോട്ടെ, 8 Gen 3 ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ,
എല്ലാം ഈ പറഞ്ഞ ചെറിയ ത്രോട്ടിലിൻ ടെസ്റ്റിൽ അത്ര സ്റ്റെബിലിറ്റി കാണിക്കുന്നില്ല. പക്ഷേ കുറച്ചുകൂടെ മിഡ് റേഞ്ച് ആയിട്ടുള്ള 7S Gen 3 ഒക്കെ കിഡിലൻ സ്റ്റെബിലിറ്റിയാണ്. പക്ഷേ ഇതൊരു മാറ്റർ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പെർഫോമൻസിൽ അങ്ങനെ മാറ്റർ ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ടെസ്റ്റിൽ ഫെയിലായി, അല്ലെങ്കിൽ ടെസ്റ്റിൽ അത്ര മികച്ച ഒരു എബോ ആവറേജ് സ്കോർ എന്നേ പറയാനുള്ളൂ. അത് പറയുമ്പോഴാണ് ഡേ ടു ഡേ പെർഫോമൻസിലേക്ക് നമുക്ക് വരുന്നത്. ഡേ ടു ഡേ പെർഫോമൻസ് ദിസ് ഈസ് ദ ബീസ്റ്റ്. ഡേ ടു ഡേ പെർഫോമൻസിൽ ഒരു പ്രശ്നമില്ല, വളരെ സ്മൂത്താണ്. ഈവൻ ആനിമേഷൻസ് ഒക്കെ നൈസാണ്. പടപടാന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ലാഗും ഇല്ല, ഒരു ചെറിയ സ്റ്റട്ടർ പോലും ഇല്ല. ചുമ്മാ സ്മൂത്താണ് ഡേ ടു ഡേ പെർഫോമൻസ് എന്നാണ്. ഇനി BGMI നോക്കിക്കഴിഞ്ഞാൽ BGMI നമുക്ക് സ്മൂത്ത് 120 FPS ഉണ്ട്. സോ 120 FPS ഗെയിം ഞാൻ കുറച്ചു നേരം കളിച്ചു നോക്കി. പക്ഷേ സാധാരണഗതിയിൽ അനുഭവപ്പെടേണ്ട രീതിയല്ല. ഹീറ്റിംഗ് ചെറുതായിട്ട് ഉണ്ട്. വാം ആവുന്നതിലും കുറച്ചുകൂടെ കൂടുതൽ ഒരു മൈനർ ഹീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എക്സ്ട്രീം ഹീറ്റിംഗ് അല്ല, പക്ഷേ ഒരു മൈനർ ഹീറ്റിംഗ് ഉണ്ട്. അതേപോലെ തണുക്കുന്നുണ്ട്, പക്ഷേ കൈൻഡ് ഓഫ് കുറച്ച് ഹീറ്റിംഗ് ഉണ്ട്. കുറച്ചുകൂടി ഇവർ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഇത്രയും സ്ലിം ആക്കിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെയൊക്കെ ഈ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെക്കുമായിരുന്നു, നൈസായിരുന്നു. എക്സ്ട്രീം ഹീറ്റിംഗ് അല്ല, പക്ഷേ ഈ ഒരു ഫോൺ നിങ്ങൾ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഫീല് വരും, ആ ഒരു ഹീറ്റിൻ്റെ ഫീല് വരും. പക്ഷേ പെർഫോമൻസിൽ അങ്ങനെ വലിയ ഇടിവൊന്നും തോന്നുന്നില്ല. നല്ല കിടിലൻ പെർഫോമൻസ് ആണ്. സ്മൂത്തായിട്ട് നിങ്ങളുടെ ഗെയിമിംഗ് പരിപാടിയൊക്കെ നടത്താം. അതായത് പെർഫോമൻസിൽ ഇത് ഏറെക്കുറെ ഒരു 9/10 എന്നാണ് പറയുന്നത്. ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കൈൻഡ് ഓഫ് 7-6-7 ആ റേഞ്ചിൽ എനിക്ക് പറയാൻ പറ്റും. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടായിരുന്നു ആ ഒരു ഭാഗം. അടുത്തത് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിയിലേക്ക് നോക്കാം. ക്യാമറ 50 മെഗാ സോണിയുടെ സെൻസറാണ്, IMX890 ആണെന്ന് തോന്നുന്നു. പിന്നെ 8 മെഗാ അൾട്രാവൈഡ് ഉണ്ട്. പ്രഹസനമൊന്നുമില്ല, ടെലിഫോട്ടോ ഇല്ല, സന്തോഷം. ഇനി ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ്. സോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നോർമൽ, അൾട്രാവൈഡ്, 50 മെഗാ. അപ്പം ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഈസ് വെരി ഗുഡ്. കാരണം നമുക്ക് ഇപ്പം ഡേ ലൈറ്റിൽ നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്, നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ഫോട്ടോസാണ്. അങ്ങനെ ഹെവി പ്രശ്നങ്ങളൊന്നും തോന്നില്ല. ഈവൻ ഡൈനാമിക് റേഞ്ച് ആണെങ്കിൽ അത്യാവശ്യം തന്നെ നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസ് അങ്ങനെ ഫേസ് ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. ഈവൻ പോർട്രേറ്റ്സ് ആണെങ്കിൽ പോലും പോർട്രേറ്റ്സും അത്യാവശ്യം നല്ലതാണ്. ഈവൻ നല്ല ബ്ലറൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ബൊക്കെ എഫക്റ്റ് ഒക്കെ പെർഫെക്റ്റ് ആണ്. സോ പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിൽ നൈസാണ്. ഇനി ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ ഫോട്ടോ അതും കൈൻഡ് ഓഫ് ഹിറ്റ് ആൻഡ് മിസ് ആണ്. പക്ഷേ കൺസിസ്റ്റൻസി വളരെ മോശമെന്നാണ് പറയുക. അതായത് ചില സമയത്ത് സ്കിന്ന് നല്ല വൈറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അത്ര പെർഫെക്റ്റ് സ്കിൻ ടോൺ അല്ല, ഒരു കൈൻഡ് ഓഫ് വൈറ്റിഷ് വരുന്നുണ്ട്. അതുകൊണ്ട് പോർട്രേറ്റ് ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് ഒരു ഇത് പറയാനില്ല. കുറച്ചുകൂടെ പോർട്രേറ്റ്സ് ഒക്കെ നൈസ് ആക്കാമായിരുന്നു. ഈ എഡ്ജ് ഡിറ്റക്ഷനും പ്രശ്നമൊന്നുമില്ല. സ്കിൻ ടോൺ അത് പണിയണം, അവർ പണിയാതെ രക്ഷയില്ല. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പം നൈറ്റ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോസ് എല്ലാം നൈസാണ്. കാരണം സോണിയുടെ സെൻസറാണ് കൂടുതൽ ലൈറ്റ് അകത്തോട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ യൂസബിൾ ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോസ് കിട്ടുന്നതായിരിക്കും. അതെ. ഇനി സെൽഫിയിലേക്ക് വരുവാണെങ്കിൽ 32 മെഗാ സെൽഫി ക്യാമറയാണ്. സെൽഫി ക്യാമറ ഈസ് ഗുഡ്. അത്യാവശ്യം നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. ഈവൻ ഷാർപ്നെസ് ഒക്കെ ആണെങ്കിലും ക്ലാരിറ്റി ആണെങ്കിലും നൈസായിട്ടാണ് തോന്നുന്നത്. ഇനി വീഡിയോ ക്വാളിറ്റിയിലേക്ക് നോക്കുവാണെങ്കിൽ റെയറിൽ 4K വീഡിയോ ഫുട്ടേജ്, 4K 30 FPS കിട്ടുന്നുണ്ട്. സോ ഇതാണ് IQ Neo 10R എന്നുള്ള റെയർ വീഡിയോ ഫുട്ടേജ്. 4K 60 FPS, 30 FPS സപ്പോർട്ട് ചെയ്യും. സോ അത്യാവശ്യം ഓടിയാലും വീഡിയോ സ്റ്റേബിൾ ആയിരിക്കും. ഇനി സെൽഫി വീഡിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 4K 30 FPS കിട്ടുന്നുണ്ട്. കൊള്ളാം. സോ ഇതാണ് IQ Neo 10R എന്നുള്ള സെൽഫി വീഡിയോ ഫുട്ടേജ്. 4K 30 FPS, 4K സപ്പോർട്ട് ചെയ്യും. സ്റ്റെബിലിറ്റി എനിക്ക് അത്ര തോന്നുന്നില്ല. ഷെയ്ക്കി ഫുട്ടേജാണ്. EAS കാണുമായിരിക്കും, പക്ഷേ നോട്ട് സൂപ്പർ സ്റ്റേബിൾ. എനിവേ ക്ലാരിറ്റി കുഴപ്പമില്ല. സോ ഓവറോൾ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഫോർ ദ പ്രൈസ് ഒരു എബോ ആവറേജ് ഗുഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ പ്രശ്നം കൂടെ അവർ പരിഹരിക്കുകയാണെങ്കിൽ ഒരു ഗുഡ് എന്ന് വേണം പറയാം. ലാൻഡ്സ്കേപ്പ് ഫോട്ടോസൊക്കെ നൈസാണ്, പക്ഷേ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗുഡ് ലെവൽ അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ഗുഡ് ലെവൽ എന്നേ പറയാൻ പറ്റുള്ളൂ. എക്സ്ട്രീം ബ്രില്യൻ ക്യാമറ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് നൈസാണ്, അതിനകത്തൊരു ഡൗട്ടും വേണ്ട. പോർട്രേറ്റ്സ് നൈസാണ്, സെൽഫി നൈസാണ്. പക്ഷേ ഹ്യൂമൻ സബ്ജക്ട്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. വേറെ നൈറ്റ് ഫോട്ടോസും പ്രശ്നമില്ല. സോ കൈൻഡ് ഓഫ് ഗുഡ്, കൈൻഡ് ഓഫ് എബോ ആവറേജ് ഗുഡ്, ആ ഒരു ലെവലിലാണ്. കൊള്ളാം. പക്ഷേ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നൈസായിരിക്കും. അതാകുമ്പോൾ കുറച്ചുകൂടെ ഹൈ സജസ്റ്റബിൾ ചെയ്യാൻ പറ്റും. ബാക്കി കുറേ കാര്യങ്ങൾ നൈസായിട്ടോ, അത് വേറെ കാര്യം. അടുത്തത് നമുക്ക് ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഫൺ ടച്ച് OS 15 ബേസ്ഡ് ഓൺ Android 15 ആണ്. എനിക്കിവിടെ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല സാഡ്ലി. സാധാരണ ഇങ്ങനത്തെ ബ്രാൻഡൊക്കെ വരുമ്പോൾ എനിക്ക് കൂടുതലും പറയാനുള്ളത് ബ്ലോട്ട്വേഴ്സിൻ്റെ എണ്ണം വെച്ചാണ്. പിന്നെ അവന്മാരുടെ ഗ്ലോബൽ സെർച്ചൊക്കെയാണ്. ഗ്ലോബൽ സെർച്ച് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല, അത് വേറെ കാര്യം. ഞാൻ നോക്കിയിടത്തോളം കണ്ടില്ല. എനിവേ
ഇല്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതെ, ഇല്ല. ഇനി ബ്ലോട്ട്വെയർസ് നോക്കിക്കഴിഞ്ഞാൽ ആകെ 6 ബ്ലോട്ട്വെയർസേ ഉള്ളൂ. അതിനകത്ത് ആമസോൺ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധ്യത കുറവാണ്. ലിങ്ക്ഡിൻ ഉണ്ട്, വേണം അൺഇൻസ്റ്റാൾ ചെയ്തു. അതിൽ ജോലി വേണമെന്നുണ്ട് ലിങ്ക്ഡിൻ ഇറക്കും. ഫോൺ പേ ഉണ്ട്, കാശ് കൊടുക്കണമല്ലോ. നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ട്രൂ കോളർ വേണ്ടി വരും. നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ അല്ലെങ്കിൽ ടെലഗ്രാം. സോ യൂസബിൾ ആയിട്ടുള്ള ബ്ലോട്ട്വെയർസ് ആണ്. അങ്ങനെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് തുടങ്ങിയ പാരമ്പര്യമായിട്ടുള്ള അവന്മാരുടെ സാധനങ്ങളൊന്നും തന്നിട്ടില്ല. പിന്നെ ഉള്ളത് വി ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞ സാധനമൊക്കെ, അത് ഫുള്ള് പറയാനില്ല. അങ്ങനെ ബ്ലോട്ട്വെയർസിൻ്റെ കാര്യത്തിൽ വളരെയേറെ കുറഞ്ഞു. ഈ ഒരു പ്രൈസിന് അവർ കുറച്ചു. ഈവൻ ഗ്ലോബൽ സെർച്ച് അങ്ങനത്തെ സംവിധാനമൊന്നും കണ്ടില്ല. സോ സോഫ്റ്റ്വെയർ ഈസ് ഗുഡ്. എനിക്ക് ഇതുവരെയും അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തില്ല, ബഗ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഐ എം ഫൈൻ വിത്ത് സോഫ്റ്റ്വെയർ. ഇവൻ ഐക്യൂലാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ വലിയ വിഷയമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബ്രൗസർ എന്ന് പറഞ്ഞ സാധനത്തിന് നോട്ടിഫിക്കേഷൻസ് ചെറിയ അനോയിങ് ആയിരിക്കും, അത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനീഷ്യൽ സെറ്റപ്പിൽ കുറച്ച് ആഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഓഫ് ചെയ്തിടുവാണെങ്കിൽ കുറച്ചുകൂടെ നൈസ് ആയിരിക്കും, അല്ലെങ്കിൽ കാണേണ്ടി വരും. പക്ഷേ അല്ലാതെ ഓവറോൾ എനിക്ക് വലിയ പ്രശ്നങ്ങൾ തോന്നുന്നില്ല. സോഫ്റ്റ്വെയർ ഈസ് ഡീസൻറ്റ്. അടുത്തത് നമുക്ക് ഒരു ഫോണിൻ്റെ സെൻസേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ സെൻസേഴ്സും ഉണ്ട്. ഇനി കണക്ടിവിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ കോളിംഗ് ഈസ് ഗുഡ്. ഒരു പ്രശ്നമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള കോൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കാരിയർ അഗ്രിഗേഷൻ 5G+ ഉണ്ട്, സന്തോഷം. പിന്നെയുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് മറ്റേ ലീനിയർ മോട്ടറാണ്, ടിക് മോട്ടറാണ്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്കാണ് കിട്ടുന്നത്. ഈവൻ ഗെയിമിങ്ങിലാണെങ്കിലും കുറേ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇവരുടെ ഒരു അൾട്രാ ടർബോ ബൂസ്റ്റർ, മൾട്ടി ടർബോ, അങ്ങനെ കുറച്ച് ഫങ്ഷനാലിറ്റീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പ്രോസസ്സറിന് നല്ല രീതി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ ഇങ്ങനെ ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ടിപ്പിക്കൽ AI ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാം. എനിക്ക് വലിയ താല്പര്യമില്ല. എനിവേ ഇനി നമുക്ക് ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ഫോൺ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6400 mAh കൂറ്റൻ ബാറ്ററിയാണ്. വിത്ത് 50 watts PD ചാർജിങ് സപ്പോർട്ട് ആൻഡ് 80 wattsന്റെ നോർമൽ വയർഡ് ചാർജിങ് സപ്പോർട്ട്. 80 watts ഇൻ ബോക്സിലുണ്ട്. അതെ, ചില ബ്രാൻഡുകളെ പോലെയല്ല. 80 watt നമുക്ക് ബോക്സിൽ തരുന്നുണ്ട്. അതുകൊണ്ട് കുത്തി ഫോൺ ചാർജ് ചെയ്യാം. 1 hour റേഞ്ച്, 1 hour 1:15 ആ ഒരു റേഞ്ച്, 1 hour 15 റേഞ്ചിലൊക്കെ എടുക്കും. ഇത്രയും വലിയ ബാറ്ററി ആണല്ലോ, ചാർജ് ചെയ്യണ്ടേ. ഹൈ സിലിക്കൺ ആ ഒരു ബാറ്ററി ടൈപ്പാണ് കേട്ടോ, സിലിക്കൺ ബേസ്ഡ് ബാറ്ററിയാണ്. പിന്നെ ബാറ്ററി ബാക്കപ്പ് നൈസാണ്. 1 day ഒക്കെ സ്മൂത്താണ്. അതെ, 1 ഡേനേലും കൂടുതൽ കിട്ടും. സോ ബാറ്ററി എന്ന് പറയുന്ന സാധനം പണ്ടൊക്കെ എന്നോട് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷേ ഇപ്പം ധൈര്യമായിട്ട് പറയാൻ പറ്റും. കാരണം മിക്ക ഫോണുകളും ആ ഒരു 6000-7000 പാറ്റേണിലേക്ക് വരുന്നുണ്ട്, നൈസാണ്. ഇവൻ ഇവരുടെ ഒരു ചോട്ടാ ബായി വരുന്നുണ്ട്, C10 എന്ന് പറഞ്ഞത് 7000 സംതിങ് ബാറ്ററിയാണ്, അത് പൊളിക്കും. അപ്പം ഇതിന് തന്നെ 6400 ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. പെർഫോമൻസ് ഒരു ബേസ്ഡ് ഫോണിനകത്ത് ഇത്രയും ബാറ്ററി കുത്തി നിറച്ചതുകൊണ്ട് സത്യം പറഞ്ഞാൽ നല്ലതാണ്. ഒരു ഡേ ടു ഡേ യൂസറിന് പോലും ഇത് സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ്. സോ ബാറ്ററി ബാക്കപ്പ് ഈസ് ഫൈൻ. ഫൈനലി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ആൻഡ് കൺക്ലൂഷനിൽ കിടക്കാം. 27,000 ആണ് ഈ ഒരു ഫോണിൻ്റെ റേറ്റ്. ഫോർ 27K ഇറ്റ്സ് ദ ബെസ്റ്റ്. ക്യാമറ എന്ന് പറയുന്ന സംവിധാനം കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ, മീൻസ് നിങ്ങൾക്കൊരു നോർമൽ ക്യാമറ മതിയെങ്കിൽ 27 ഇത് വെർത്താണ്. കാരണം ഇതിനകത്ത് പെർഫോമൻസ് നൈസാണ്, ഗെയിമിങ്ങിനും നൈസാണ്, മൈൻഡർ ഹീറ്റിംഗ് ഉണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. ഡിസ്പ്ലേ നൈസാണ്. ഈവൻ ഇൻഹാൻഡ് ഫീലൊക്കെ വളരെ സ്മൂത്താണ്. നല്ല അങ്ങനെ ഹെഫ്റ്റി ഫീൽ തോന്നത്തില്ല. സ്ലിമ്മുമാണ്. ബാറ്ററി ബാക്കപ്പ് നൈസാണ്. സോഫ്റ്റ്വെയർ ഈസ് ഓൾസോ ഫൈൻ. സോ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു ഓൾറൗണ്ടർ കൈൻഡ് ഓഫ് സെറ്റപ്പാണ്. ക്യാമറ ഞാൻ പറഞ്ഞ ഹ്യൂമൻ സബ്ജക്ട്സ് ഒഴിച്ച് ബാക്കിയെല്ലാം നൈസാണ്. സോ കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു നല്ല ഫോണാണെന്ന് തന്നെ പറയാം. കാരണം 27K ഇത് വെർത്താണ്. ഇനി ഓഫറിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ താന്നൊക്കെ കിട്ടും, 25 റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കിൽ അപ്പോൾ ക്യാമറ കുറച്ചുകൂടെ ജസ്റ്റിഫൈ ആവുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നത്തിങ് ഫോൺ ഈ ഒരു റേഞ്ചിലാണ്, പക്ഷെ അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ് കേട്ടോ. പിന്നെ അത് ഗെയിമിങ്ങിന് അത്രയും കൊള്ളത്തില്ല, കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ഇൻറ്റൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ യൂസ് കേസ് അനുസരിച്ച് തീരുമാനിക്കുക എന്നുള്ള. കൂടുതൽ പെർഫോമൻസ് വേണ്ടവർക്ക് ഈ ഒരു ഫോണായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡേ ടു ഡേ ആ ഒരു സംഭവമാണ്. പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ക്യാമറ വേണ്ടവർക്ക് ആ നത്തിങ്ങിലേക്ക് പോകും. എനിക്ക് പേഴ്സണലി നത്തിങ്ങിൻ്റെ ക്യാമറയാണ് ഇതിനേലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇനിയിപ്പോൾ ഇത് ഇമ്പ്രൂവ് ആവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിവേ ഇറ്റ്സ് എ ഗുഡ് ഫോൺ, ഇറ്റ്സ് എ നൈസ് ഫോൺ. ബട്ട് ഹൈപ്പ് അത്രയും തള്ളിയത് അത്രയും ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അത് പറയാതിരിക്കാൻ മേലെ നൈസാണ്. അപ്പോൾ ഇതൊരു ഓൾറൗണ്ടർ ഫോണാണ്. എൻ്റെ സജസ്റ്റബിൾ ലിസ്റ്റിലുള്ള അടുത്ത ഫോൺ ഇതാണ്. ഫസ്റ്റ് നത്തിങ്, പിന്നെ ഇതും. 30Kയുടെ അണ്ടറിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫോൺസ് ഇതൊക്കെയാണ്. ഇനി നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ IQ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പ്രോ സീരീസ് കൂടെ ഇറക്കുമായിരുന്നെങ്കിൽ നൈസ് ആയേനെ. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഷോർട്ട് റിവ്യൂ. അതെ, പുതിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും.